ഏതോ ലോഡ്ജിൽ ഇരട്ട കൊലപാതകം നടന്നു പറയുന്ന കേട്ടല്ലോ, ശരിയാണോ? ഞാനറിഞ്ഞില്ല. കഷ്ടമായി പോയി. ഹരി അറിഞ്ഞോ? ഇല്ല. നിന്നെയൊക്കെ എന്തിനു കൊള്ളാം? ശിവശങ്കരൻ ചേട്ടാ അറിഞ്ഞാണോ? ഇല്ല ചേട്ടാ. അറിഞ്ഞു. ഇരട്ട കൊലപാതകമല്ല, ഇരട്ട പ്രസവിച്ചെന്ന്. ആര്? ഇവന്റെ ഊത്ത വയറൻ രാഷ്ട്രീയക്കാരൻ തന്ത. അയാൾ പ്രസവിച്ച വിവരം പ്രസ് ക്ലബിൽ നിന്ന് വിളിച്ച് പറയും, മറ്റു പത്രക്കാരും അറിയട്ടെ. ആ പറ 11:30 ദേവസ്വം ബോർഡ് എംപ്ലോയീസ് അസോസിയേഷൻ പത്രസമ്മേളനം. ദാരിദ്ര്യവാസികൾ അമ്പലം വിഴുങ്ങും, ഒരു ചായ പോലും വാങ്ങിച്ചേരില്ല. അടുത്ത പറ. 12 കാഷ്യൂ എക്സ്പോർട്ടേഴ്സ് അസോസിയേഷന്റെ പത്രസമ്മേളനം. ആ അത് കൊള്ളാം, കുറച്ച് കാശ് വണ്ടി എന്തായാലും കിട്ടും. അടുത്ത് തീർന്നാ? ഓ സന്തോഷം. ശിവ, ഇന്ന് ഗിഫ്റ്റ് കിട്ടുന്ന പരിപാടികളൊന്നുമില്ല, കഞ്ഞികൾ. ആ പ്രസ് ക്ലബിൽ 3 പത്രസമ്മേളനം ഉണ്ട്, ശിവൻ നോക്കണം. സാധ്യമല്ല. 3 ഇന്റർനാഷണൽ പത്രപ്രവർത്തകർ പുറത്തിരിപ്പുണ്ട്, അവരെ ഏൽപ്പിച്ചാൽ മതി. നിയമസഭാ സമ്മേളനം കഴിഞ്ഞു, അതുകൊണ്ടാ 3 അടുപ്പൂട്ടിയല്ലോ ഇവിടെ. അല്ലെങ്കിൽ ഏതെങ്കിലും MLA-മാരുടെ പുറകെ നടക്കാം. അനീതിക്ക് കോളേജ് അഡ്മിഷൻ, അച്ഛന്റെ സസ്പെൻഷൻ, അമ്മൂമ്മയുടെ പെൻഷൻ, ഒന്നും പറയണ്ട. എല്ലാവരും കണക്ക് തന്നെ. എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടാത്ത പത്രസമ്മേളനത്തിന് നിങ്ങളും പോവാറില്ലല്ലോ. അവർ സന്തോഷമായിട്ട് തരുന്നു, ഞങ്ങൾ സന്തോഷമായിട്ട് മേടിക്കുന്നു. എന്തോ അങ്ങനെ നക്കുന്നത് എനിക്ക് തീരെ ദഹിക്കുന്നില്ല. അയ്യോ, എന്തൊരു സിൻസിയറിറ്റി. സിൻസിയർ ആണ്. എ ജേർണലിസ്റ്റ് മസ്റ്റ് ബി സിൻസിയർ, ഷാർപ്പ്, ഇൻസ്റ്റന്റ് ആൻഡ് 100% ഡെഡിക്കേറ്റഡ് ടു ഹിസ് പ്രൊഫഷൻ. മേനു സാറിന്റെ വീട്ടിൽ പോയിരുന്നല്ലേ? അവിടുന്ന് ഉണ്ടത് ഇവിടെ ഛർദിക്കണ്ട. വിട്ടുപിടി ശിവ. ലീന. ആ പ്രസ് ക്ലബിൽ 3 പത്രസമ്മേളനം ഉണ്ട്, ലീന നോക്കണം. ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് വേറെന്തെങ്കിലും തരാം. പ്രഭു കേരളഭൂമി. ശവോ എവിടെ? കടപ്പുറത്തോ? ശരി. നമ്മുടെ വിഴിഞ്ഞ ഏജന്റ് ഗോപാലകൃഷ്ണ, കടപ്പുറത്ത് അജ്ഞാത ശവശരീരം. ഓഹോ, എന്നാ ഞാൻ പോയി നോക്കാം. വേണ്ട, ശിവൻ ഇവിടെ വേണം. ഞാനൊന്ന് പുറത്തു പോകും. ഇന്ന് പ്രസ് ക്ലബിൽ നിന്ന് പാം ഓയിൽ കിട്ടുന്ന ദിവസമാണ്. അത് വാങ്ങിച്ച് വീട്ടിൽ കൊടുക്കണം. അജ്ഞാതനെ ഞാൻ നോക്കിക്കോളാം. അപ്പൊ ഞാനിവിടെ ചൊറിയും കുത്തിരിക്കണം. അജ്ഞാത ശവത്തെ ചുറ്റിപ്പറ്റി വല്ലതും ചുറ്റി പറ്റണ്ട. ഞാനാ ചീഫ് റിപ്പോർട്ടർ, പറയുന്ന അനുസരിച്ചാ മതി. അജ്ഞാതന്റെ കാര്യം ഞാൻ